ഹായ് ഫ്രണ്ട്സ്, കൃപ ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാവുണ്ട അല്ലെങ്കിൽ അരിയുണ്ടയാണ്. അത് നമുക്കെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 1 കിലോ അരിയുടെ അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരിപ്പൊടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു 4 മണിക്കൂർ കുതിർത്തതായ അരി വെള്ളം വാരാൻ വെച്ചിട്ട് നമ്മളത് പൊടിച്ചെടുത്തതാണ്. 1 കിലോ അരിക്ക് 2 തേങ്ങയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. തേങ്ങ ഇനി പൊട്ടിച്ച് നമുക്ക് തിരുമ്മിയെടുക്കാം. തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ തേങ്ങയുടെ വെള്ളം നനവെല്ലാം അരിപ്പൊടി പിടിച്ചിട്ട് ഒന്ന് ഡ്രൈ ആവും. നമുക്കങ്ങനെ തയ്യാറാക്കിയെടുക്കാം. തേങ്ങ അരിപ്പൊടിയിലോട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളിതിലിപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. നമുക്കിതിലേക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു പിടി ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു 10-30 എണ്ണം കാണും. നമുക്കതിലേക്ക് തന്നെ ഒരു പിടി ജീരകവും, നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. പിന്നെ ഒരു മണിക്കൂറെങ്കിലും താമസം വരും നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കാൻ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ പരുവാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. നമ്മൾ അരിപ്പൊടി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഗോൾഡൻ ബ്രൗൺ കളറാണ്. നമുക്കിനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കണം. തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് അങ്ങ് പൊടിയരുത്. അല്പം തരി കിടക്കണം. നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞ് മാവുണ്ട ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരു ടേസ്റ്റ് വരത്തില്ല. നമ്മളൊരു അല്പം തരിയോടുകൂടി വേണം മാവുണ്ടയ്ക്ക് പൊടിച്ചെടുക്കേണ്ടത്. ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. 800 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കിലോ അരിക്ക് 800 ഗ്രാം ശർക്കര എന്നതാണ് ഇതിൻ്റെ അളവ്. നമുക്കിനി ഇത് പാനിയാക്കി എടുക്കാം.
1 കിലോ അരിക്ക് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് 40 മാവുണ്ടയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അത് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്നതായ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.